ഹായ് ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ക്രിസ്മസ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കൂട്ടുകാരെ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിത് ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് 2 ദിവസത്തെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു ദിവസം വൈകുന്നേരം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് വൈകുന്നേരം അത് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് വിശേഷങ്ങളിലേക്കൊക്കെ പോയാലോ. ഇന്നലെ വൈകുന്നേരത്തെ കുറച്ചൊരു കാര്യങ്ങളും കൂടെ ഞാനിത് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്നിട്ട് കമൻറ്റ് ചെയ്യാനും മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. മുട്ടയും അതുപോലെ മുരിങ്ങയും ചേർത്തിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാണിക്കാൻ പോണത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. അതായത് തിങ്കളാഴ്ച രാവിലത്തെ വിശേഷമാണ് പിന്നെ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ക്രിസ്മസ് ട്രീ പോലെ ഇങ്ങനെ അലങ്കരിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ലൈറ്റൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ആണ് ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതങ്ങനെ രാത്രി ഒരു 7 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ആ ലൈറ്റൊക്കെ ഇട്ട സമയത്ത് വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലുള്ളതാണ് ആ കാണുന്നത്. സോറി 8 മണിക്കല്ല കേട്ടോ, 6 മണിക്ക് ശേഷം ഉള്ളതാണ് ആ കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ രാവിലെ നമ്മളിതേ ചായക്ക് പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പുട്ടും കടലക്കറിയും കൂടിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കടലയും ചായക്കുള്ള വെള്ളമൊക്കെ ആദ്യം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുശേഷം പുട്ടുപൊടിയൊക്കെ ഒന്ന് കുഴച്ച് വെച്ചു, തേങ്ങയൊക്കെ ഒന്ന് ചിരവി എടുത്തു. ഫ്രിഡ്ജിലുണ്ടായിരുന്നില്ല കേട്ടോ, അത് ഇന്നലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ പൊട്ടിച്ചിട്ട് അത് ചിരവി എടുത്തു. അപ്പോഴേക്കും പുട്ടും കുറ്റിയൊക്കെ നിറച്ചപ്പോഴേക്കും നമ്മുടെ കുക്കറൊക്കെ വിസിലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കടല. അപ്പോൾ അങ്ങനെ ഒരു കുറ്റി പുട്ടൊക്കെ ആയി കേട്ടോ. അപ്പോൾ അതങ്ങനെ ആയി. അപ്പോൾ അതൊക്കെ ഒന്ന് ഇനി ഒഴിച്ച് വെക്കട്ടെ. സാധാരണ ഇവിടെ ഞാൻ ഒരു കുറ്റിയിൽ 3 പീസാക്കിയിട്ടാണ് ഇടാറുള്ളത് കേട്ടോ. വീട്ടിലൊക്കെ സ്റ്റീലിൻ്റെ പുട്ടുകുറ്റിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നല്ല വണ്ണുള്ള കുറ്റിയാണ് കേട്ടോ. അതിൽ 2 പീസൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ തേങ്ങയ്ക്ക് പകരം കറിവേപ്പില ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഇടാറുണ്ട് കേട്ടോ. ഇടയ്ക്ക് നമ്മൾ പുട്ട് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെക്കുന്ന നാളികേരത്തിന് പകരമായിട്ട് കറിവേപ്പില വെച്ച് കൊടുക്കും. അപ്പോൾ കറിവേപ്പിലേൻ്റെ ഒരു ടേസ്റ്റും കൂടെ അതിലേക്ക് വരാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ചില ടൈമിൽ നമ്മൾ പുട്ടുമാനിയിൽ വെള്ളം ഒഴിക്കില്ലേ, ആ വെള്ളത്തിൽ ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ആ ഏലക്കായേൻ്റെ ഇതും കൂടെ നമ്മൾ പുട്ടിലേക്ക് വരുവേ. അപ്പം അതൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വീട്ടിൽ പോയിരുന്ന സമയത്ത് ഇന്നലെ പോയിട്ടുണ്ടായിരുന്നു വീട്ടിൽ കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ച് ചാമ്പയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നല്ല പഴുത്തതൊന്നും അല്ല കേട്ടോ, പക്ഷേ കുറച്ച് ചാമ്പയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊന്നും ഇങ്ങോട്ട് രാവിലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോൾ അത് എടുത്തിട്ട് നമ്മളൊന്ന് അച്ചാറിടാൻ വേണ്ടിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പുഴു വരുന്ന ഒരു ഓട്ടം ഉണ്ടാവില്ലേ, അങ്ങനെയുള്ളതൊക്കെ കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അല്ലാത്തത് മാത്രമേ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് നമ്മൾ വിനാഗിരി ഒഴിച്ച് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മളെ പുട്ടൊക്കെ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ടേ. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും അതുപോലെ മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതൊന്നും അങ്ങോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് അച്ചാറാണ് ഉണ്ടാക്കണതെങ്കിൽ കൂടി ഇത് നമ്മൾ കുറേ ദിവസം ഒരു 1-2 ദിവസമൊക്കെ വെച്ചേക്കാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ട് കുഴഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ആ ഒരു ടൈമിലാകുമ്പോൾ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല. ഇതെന്താ വെച്ചാൽ ഇത് നല്ല ഉറപ്പിലിങ്ങനെ ഇരിക്കില്ലേ, അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് കഴിക്കാൻ ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അപ്പൂസിനെ അംഗനവാടിയിൽ കൊണ്ടാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഉപ്പേരിയും കൂടെ ഒന്ന് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്, പയർ കേട്ടോ. അപ്പോൾ ഇതൊക്കെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്നത് വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ സമയം ഒരു 3:10 ആവാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എങ്ങോട്ടാണ് പോണത് എന്നല്ലേ, അപ്പൂസനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അംഗനവാടിക്ക്. അപ്പോൾ അതിന് ഇന്നെൻ്റെ കൂടെ മനു ഉണ്ട്. മനുവിന് സ്കൂൾ പൂട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ കേട്ടോ. രാവിലെ ഞാൻ അപ്പൂസിനെ അംഗനവാടിയിൽ കൊണ്ടാക്കിയിട്ട് വന്ന് കയറിയിട്ടേ ഉള്ളൂ. ആ ഒരു ടൈമിൽ ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മനുവാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തൊക്കെയാണ് മറന്നുപോയി കേട്ടോ. പിന്നെ വെയിലും കാര്യങ്ങളൊക്കെ ആയ ആ ഒരു ടൈമിൽ
നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല, അതാണ് സംഭവം. പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കാണുമായിരുന്നു കേട്ടോ, അങ്ങനെ എടുത്ത് വയ്ക്കുമായിരുന്നു. ഇത് കണ്ടില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്നതേ അംഗനവാടിയിലെത്തിയിട്ടോ. അപ്പോൾ അംഗനവാടിയിലെത്തിയിട്ട് നോക്കുമ്പോൾ അപ്പൂസിനെ കാണാനില്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ബാക്കിൽ കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ എന്താ ആള് ബാക്കിലത്തെ വാതിലിലൂടെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ അംഗനവാടീൻ്റെ മുകളിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. അവർ ബിൽഡിങ് എന്തോ ഉണ്ടാക്കുന്നുണ്ട്, എന്തോ യോഗയുടെയോ എക്സസൈസിൻ്റെയോ ജിമ്മോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്തായാലും കേട്ടോ. അപ്പോൾ അതിനുള്ള പണിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നടന്ന് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഏട്ടൻ്റെ കയ്യും പിടിച്ചാണ് അപ്പൂസ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഏട്ടൻ പിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ ഒപ്പം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. പിന്നെ വീട്ടിലെത്തിക്കഴിഞ്ഞു. ഭക്ഷണം കഴിക്കലും കുളിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ എന്തിനാണെന്നറിയണ്ടേ, നമ്മളുടെ ഇന്നലത്തെ പരിപാടികളുണ്ടല്ലോ. അപ്പോൾ ഇത് ഇന്നലെ രാത്രി തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം വേറൊന്നുമല്ല, നല്ല മഞ്ഞാണ് കേട്ടോ. നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളത്തുള്ളികൾ ഇങ്ങനെ വീഴുന്നുണ്ട് മഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നനഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ആകെ പുതർന്നു പോവും. അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ അത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ 9 മണിയുടെ മുന്നേ തന്നെ ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈവൊക്കെ കഴിഞ്ഞതോടുകൂടി ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ആ ഒരു ടൈമിൽ ഇവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നൊരു 6 മണി മുതൽ നമുക്കിതിൻ്റെ ലൈറ്റൊക്കെ സെറ്റാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഏകദേശം 4:30 ടൈമൊക്കെ ആയിട്ടുണ്ട്. ആ ഒരു ടൈമിലാണ് ഇപ്പോൾ ഇത് വീണ്ടും നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഗിൽറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അപ്പൂസിനോട് അധികം എടുക്കണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അവൻ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറേ വേണ്ടെന്നൊന്നും പറയാൻ പോയില്ല. ഒക്കെ പിന്നെ തട്ടിക്കൊടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ ഇത് മാല പോലെ ഉണ്ടാക്കിയിട്ടുള്ളതുണ്ടല്ലോ, അതെടുത്തിട്ട് ഞാൻ കുടുക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാണെങ്കിൽ ഒരുപാട് ലെങ്ത്ത് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ തന്നെ കെട്ടി വെച്ചതാണ്, ഇത്ര ലെങ്ത്തൊന്നും ഉണ്ടാക്കിയ ടൈമിൽ ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ അങ്ങനെ അത് ഞാൻ അങ്ങോട്ട് കുടുക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. പിന്നെ നാളെ, അതായത് ചൊവ്വാഴ്ച അപ്പൂസിൻ്റെ അംഗനവാടിയിലെ കുട്ടികളുടെ പരിപാടി നടക്കുന്നുണ്ട്. ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് കേട്ടോ. അപ്പൂസ് ഞാൻ പറഞ്ഞില്ലേ, അവനെ കളിക്കാൻ വിളിച്ച സമയത്ത് അവൻ ആ കളിക്കൊന്നുമില്ല, പന്ത് കളിക്കാനുള്ളത് എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം അങ്ങനെ കുട്ടികളുടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. പോവാൻ പറ്റുമോയെന്ന് അറിയില്ല, പോവണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുക്കാം. കാരണം ഏട്ടൻ നാളെ ഉണ്ടാവില്ല കേട്ടോ, വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പിന്നെ ഞങ്ങൾ പോയിട്ട് രാവിലെ 8 മണിക്ക് തുടങ്ങും എന്നൊക്കെ പറഞ്ഞിരിക്കണത്. അപ്പോൾ എന്തോന്ന് അറിയില്ല, നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളത് നമുക്ക് നോക്കാം. പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ, ഡാൻസിൻ്റെയൊക്കെ. അപ്പോൾ ഇന്ന് അവിടെ വേറെ എന്തൊക്കെയോ പരിപാടികളും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. അപ്പോൾ നാളെ നമ്മളിനി പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുക. എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ഫാമിലിയുടെയും ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു. ബൈ.